യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പീഠാനുഭവ മരണ ഉത്ഥാനത്തിൻ്റെ ഓർമ്മകളിൽ വലിയ നോമ്പിൻ്റെ പാതി വഴി പിന്നിട്ട് പ്രാർത്ഥനാപൂർവം നാം കടന്നുപോകുമ്പോൾ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പശ്ചാത്താപത്തിലൂടെ നാം നമ്മെ തന്നെ ഒരുക്കുകയായിരുന്നു. നോമ്പുകാലം നോവിൻ്റെ കാലമാണ്. പതിവില്ലാതെ പലതും വർജിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട പലതിനോടും നോ പറയുമ്പോൾ, ശരീരത്തിനും മനസ്സിനും നാം അനുഭവിക്കുന്ന നോവ് നോമ്പിൻ്റെ നന്മയാകാം. അഗ്നിയുടെ ചൂടിൽ സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ ആത്മീയ വിശുദ്ധിയാൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. ക്രൂശിതനെ പിൻചെല്ലാൻ, കുരിശിനെ പ്രണയിക്കാൻ ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ദൈവസ്നേഹാനുഭവത്തിൻ്റെ നിമിഷങ്ങളാക്കി അവയെ നമുക്ക് മാറ്റാം. മനുഷ്യമക്കളുടെ രക്ഷയ്ക്കു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ, കരുണയുടെ ഒരംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ നോമ്പുകാലം നമുക്ക് ധ്യാന വിഷയമാക്കാം. ഈ നോമ്പുകാലത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം.